ഞങ്ങൾ വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത്. പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ്. ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ്. അപ്പോൾ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പോൾ കേരളത്തിലും തുടങ്ങിയല്ലോ. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ പള്ളി പഴയ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ്. കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. അത് ഇത് ഒരു സെക്കൻഡും കൂടി, ഇത് നടത്തുന്നത് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ മതപരമായ വികാരം കുത്തിയിളക്കി അതിന്റെ പ്രചാരകനായി ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നിർഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുക. ഇത്രയും വലിയൊരു മതേതരത്വം ഉണ്ടാക്കിയ ഒരു രാജ്യത്ത് അതിനെ തകർക്കാൻ വേണ്ടി മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ നിങ്ങളത് വളരെ കെയർ എടുക്കേണ്ട വിഷയമാണ്. ജനമനസ്സിലേക്ക് എത്തിക്കേണ്ട വിഷയമാണിത്. ഒരു പ്രധാനമന്ത്രി അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുകയാണ്. അവിടെ പള്ളി, അവിടെ അമ്പലമുണ്ട്, ഇവിടെ അമ്പലം ഉണ്ടാക്കണം, ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കാൻ പോവാണ് പുള്ളി. എന്ത് പ്രധാനമന്ത്രിയാണിത്? എന്ത് മതേതരത്താണ് ഇവിടെ? ഏത് മതേതരത്വത്തിന്റെ കാവൽപടനായി ഈ പ്രധാനമന്ത്രി? ആലോചിക്കണ്ടേ? ഇത് വ്യാപകമായ പിരിവാണ്. കേരളീയത്തിന്റെ പേരിൽ നടന്ന പിരിവ് കണക്കില്ല. ഈ നവകേരള സദസ്സിന് വേണ്ടി നടന്ന പിരിവ് ചോദ്യം ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോൾ ഇതെല്ലാം ഒരു സ്വതന്ത്ര ബോഡിയാണ് പൈസയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സ്വതന്ത്ര ബോഡി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. വ്യാപകമായി ഉദ്യോഗസ്ഥരെ വെച്ച് കള്ളപ്പിരിവാണ് നടക്കുന്നത്, വ്യാജ പിരിവാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തിയാണ്. ഇപ്പം മൂന്നാമത്തെ പരിപാടിയിൽ ഈ പിരിവാണ് നടക്കുന്നത്. മുഴുവൻ പിരിവ്. ഞങ്ങൾ അന്നേ ആരോപണം ഉന്നയിച്ചു, GSTയിലെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ്, അയാളുടെ ജോലി എന്താ? അയാളുടെ ജോലി നികുതി വെട്ടിപ്പ് തടയലാണ്. അയാളാണ് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി സമ്മാനം കൊടുക്കുന്നത്. അയാൾ പൈസ പിരിക്കാൻ പോയ നികുതി വെട്ടിപ്പ് വർദ്ധിക്കില്ലേ? അതിന് വ്യാപകമായി ബിസിനസ്സുകാരെ മുഴുവൻ പൈസ വിളിച്ചു പറഞ്ഞ് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാർ, രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഇതുപോലൊരു പിരിവ് നടന്നിട്ടുണ്ട്? 3 സർക്കാർ പരിപാടി എന്ന് പേര് പറഞ്ഞ് ഇലക്ഷനിൽ നടത്തുന്ന പ്രചരണമല്ലേ? ഇലക്ഷന്റെ സായാഹ്നത്തിൽ വന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ളപ്പിരിവ് നടത്തി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കണക്കൂല. പല ഉദ്യോഗസ്ഥരും 10 ലക്ഷം പിരിക്കാൻ പറഞ്ഞാൽ 1 കോടി പിരിക്കും, എന്നിട്ട് 10 ലക്ഷം കൊടുക്കും. അറിയാമല്ല, എല്ലാവരും അല്ല, പല ഉദ്യോഗസ്ഥരും. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടി ആളുകളെ പീഡിപ്പിച്ച് പണപ്പിരിവ് നടത്തുകയാണ്. പീഡിപ്പിച്ചും അദ്ദേഹം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുള്ളതാണ്. അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ടാണ് വരായിരുന്നെന്നാണ് കരുതുന്നത്. അദ്ദേഹം എല്ലാ പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ വിഷമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ആ പരാതി പരിഹരിക്കും. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻ PCC പ്രസിഡന്റാണ്. മലബാറിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവ്. അദ്ദേഹത്തിന് മനസ്സിന് വടകരയിലെ ഈ സ്വാഗത സംഘ ഓഫീസ്, ഈ പരിപാടിയുടെ സ്വാഗത സംഘ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തെങ്കിലും പരാതിയോ വിഷമമുണ്ടെങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ചെന്ന് സംസാരിച്ച് അത് പരിഹരിക്കും. അദ്ദേഹം അത്രയും പ്രിയപ്പെട്ട ആൾ. അദ്ദേഹത്തിന് ഞങ്ങൾ മാറ്റി നിർത്തില്ല, ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല.